ഇത് രണ്ട് അനുസ്മരണങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ബ്രൂണോയുടെ രക്തസാക്ഷ്യത്തിൻ്റെ അനുസ്മരണം 1600 ഫെബ്രുവരി മാസം 17 ബ്രൂണോയെ കത്തോലിക്ക സഭ ചുട്ടുകൊന്നെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഫെബ്രുവരി 17 എന്നുള്ളത് ഒരു സങ്കല്പനം മാത്രമാണ്. കാരണം ഈ ഗ്രിഗോറിയൻ കലണ്ടർ പല ഘട്ടങ്ങളിലും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 1600 ശേഷവും 1752 മറ്റേ ബ്രിട്ടീഷ് അധികാരികൾ ഇത് അംഗീകരിച്ച സന്ദർഭത്തിലും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന ഡേറ്റ് ആയിരിക്കണമെന്നില്ല അന്നത്തെ ഡേറ്റ്. പക്ഷേ ഒരു തീയതിയല്ല പ്രസക്തം. അതെന്തിനു വേണ്ടിയാണ് ബ്രൂണോയെ ചുട്ടുകൊന്നത്, അല്ല ആരാണ് ചെയ്തതെന്നൊക്കെ ഉള്ളതാണ് പ്രസക്തമായ കാര്യങ്ങൾ. വളരെ ശാസ്ത്രീയമായൊരു സത്യം വിളിച്ചു പറഞ്ഞതിന്, ഈ പ്രപഞ്ചം അനാദിയാണ്, അതിനൊരു കേന്ദ്രമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതിനാണ് ബ്രൂണോയെ ചുട്ടുകൊന്നത്. കത്തോലിക്ക സഭയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന്. ഇപ്പോൾ സഭ അംഗീകരിച്ചിട്ടുണ്ടാവും, പക്ഷെ അന്നത് അംഗീകരിച്ചില്ല. ആ ശാസ്ത്രീയ സത്യം വിളിച്ചു പറഞ്ഞതിനാണ്, സ്വതന്ത്ര ചിന്തയുടെ പേരിലാണ് ബ്രൂണോയെ ചുട്ടുകൊന്നത്. സ്വതന്ത്ര ചിന്ത ഭരണാധികാരികൾക്ക് എല്ലാ കാലത്തും അരോചകമായിട്ടൊരു കാര്യമാണ്. അന്നും ഇന്നും ഭരണാധികാരികൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കുറ്റിപ്പുഴ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുന്നവർ വളരെ കുറവാണ്, നേരെ ചിന്തിക്കുന്ന അതിനും കുറവാണ്, സ്വതന്ത്ര ചിന്തയുള്ളവർ വളരെ വളരെ കുറവാണ്. അത് സത്യമാണ്. നമ്മുടെ നാട്ടിലുണ്ട് കത്തോലിക്ക സഭയുടെ ഇത്തരം ക്രൂരമായ നടപടിക്ക് വിധേയരായി ക്രൂശിക്കപ്പെട്ടവർ. പ്രൊഫസർ MP പോൾ 2 കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട അങ്ങനെയാണ് 3 തവണ. ഒരു തവണയല്ല, 3 തവണ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകേണ്ടി വരുന്നു. തൃശ്ശൂർ സെൻറ്റ് തോമസിൽ നിന്നും ചങ്ങനാശ്ശേരി SD കോളേജിൽ നിന്നും. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയും കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് സ്വതന്ത്ര ചിന്തയുടെ പേരിലാണ്. എന്നാൽ കുറ്റിപ്പുഴ മാഷ് 36 വർഷം ഒരു ക്രിസ്തീയ മാനേജ്മെൻറ്റ് കീഴിലുള്ള കോളേജിൽ പണിയെടുത്തു എന്ന് പറയുന്നതും മറ്റൊരു കാര്യമാണ്. വ്യത്യാസമുണ്ട്. കാരണം അതൊരു കത്തോലിക്ക സഭയുടെ കോളേജ് ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ട് കുറച്ചുകൂടിയൊക്കെ ലിബറലായിട്ട് കാണുന്ന ആൾക്കാർ. ആലുവ UC കോളേജിൻ്റെ വെബ്സൈറ്റ് ഞാനിപ്പോൾ നോക്കി. മുൻകാലത്തെ പ്രഗത്ഭരായ അധ്യാപകരെ പറ്റി പറയുന്നിടത്ത് ആദ്യത്തെ പേര് പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നാണ്. അതിനുശേഷമാണ് കുറ്റിപ്പുഴ മാഷെ ആ കോളേജിൽ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത ഡോക്ടർ DP ഉണ്ണിയുടെ പേര് വരുന്നത്. പിന്നീട് ഡോക്ടർ അലക്സാണ്ടറുടെയും ഡോക്ടർ അനന്തരാമൻ്റെ ഒക്കെ പേര് വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ പേര് കുറ്റിപ്പുഴ മാഷയുടെ ആ പേരാണ്. ഇന്നും ആ കോളേജിൽ കുറ്റിപ്പുഴ മാഷയുടെ പേരിൽ ഒരു എൻഡോവ്മെൻ്റ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും അവാർഡ് കൊടുക്കുന്നുമുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റായിട്ട് ആശയപരമായി സമരസപ്പെട്ടുകൊണ്ടൊന്നും അല്ല കുറ്റിപ്പുഴ മാഷ് അവിടെ അത്രയും കാലം വർക്ക് ചെയ്തത്. സേതു ആത്മഹത്യയിൽ എഴുതിയിരിക്കുന്നു, ഞാനിപ്പോഴും വായിക്കുന്നു, ഓർപ്പിക്കുന്നു. സേതു മലയാളം വിഭാഗത്തിലായിരുന്നു, പഠിച്ചില്ല, ഹിന്ദിയിലായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ഓഡിറ്റോറിയത്തിലാണ് കുറ്റിപ്പുഴ മാഷ് ക്ലാസ് എടുക്കുക. ചെറിയ ഹാളിലൊന്നും ക്ലാസ് എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല. കോളേജിലെ ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹം ക്ലാസ് എടുക്കുക. എല്ലാ ക്ലാസ്സുകളും അവിടെ കുട്ടികൾ അവിടെ എത്തിക്കോണം. അതുപോലും മാനേജ്മെൻ്റ് അന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത്രമാത്രം മാനേജ്മെൻറ്റ് സ്വീകാര്യനായ ഒരു അധ്യാപകനായിരുന്നു പ്രൊഫസർ കുറ്റിപ്പുഴ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. ഏതായാലും ആ രീതിയിലൊരു 36 വർഷം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കീഴിലുള്ളൊരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അധ്യാപകൻ അവിടുത്തെ ജീവനക്കാരനായാലും ഉദ്യോഗസ്ഥനായി ഇരുന്നു കൊണ്ട് തന്നെ വളരെ പരസ്യമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിരീശ്വരവാദം പ്രസംഗിച്ച് നടന്നിരുന്ന വ്യക്തിയാണ് പ്രൊഫസർ കുറ്റിപ്പുഴ. അത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തേക്ക് നോക്കിയാൽ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിലപ്പെട്ട സംഭാവന നൽകിയിട്ട് ഒരുപാട് നേതാക്കന്മാരെ സൃഷ്ടിച്ചത് UC കോളേജാണ്. അതിലും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ സഹായമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ P. ഗോവിന്ദപിള്ളയും PKV ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ കോളേജിൽ നിന്ന് രഹസ്യമായി ഇവർ പോരണം. മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു അന്നത്തെ നേതാവ്. PKVയും P. ഗോവിന്ദപിള്ളയും KC മാത്യു ഒക്കെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ശിഷ്യന്മാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ പാർട്ടിയിൽ. പിന്നെ ഇവിടുന്ന് പോയി സ്റ്റുവർട്ട്, ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ. അവരെ എല്ലാം സൃഷ്ടിച്ചെടുത്ത് ഈ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അന്ന് ഇവരെ അന്വേഷിച്ച് പോലീസ് വരുമ്പോൾ രഹസ്യമായി ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുപോയി കുന്നിറങ്ങി അപ്പുറത്ത് പെരിയാറ് കടത്തി അക്കരയ്ക്ക് വിടുന്നൊരു വള്ളക്കാരനുണ്ടായിരുന്നു. ആ വള്ളക്കാരനെ ഏർപ്പാട് ചെയ്തും പ്രൊഫസർ കുറ്റിപ്പുഴയാണെന്ന്
PK പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ആരാധനായിരുന്നു പ്രൊഫസർ കുറ്റിപ്പുഴ. അങ്ങനെയുള്ള വ്യക്തിയാണ് അവിടെ അത്രയും കാലം പണിയെടുത്ത കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ ദർശനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് മുരുകദാസ് ഇവിടെ സംസാരിക്കും. അതുപോലെ തന്നെ ബ്രൂണോയെക്കുറിച്ച് പ്രൊഫസർ കാർത്തികേയൻ നായർ സംസാരിക്കും. അവരുടെ വിഷയത്തിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനാളുമല്ല. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുമായിട്ടുള്ള വ്യക്തിപരമായ ചില ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ കാലത്തുള്ള അനുഭവങ്ങൾ മാത്രം, 1-2 അനുഭവങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തിയായ പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന വ്യക്തിയെ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1963 ഡിസംബർ മാസം 23-ാം തീയതി മുതൽ സാറ് കുഴഞ്ഞു വീഴുന്നതിന് 2 മാസം മുമ്പ് വരെ 1970 ഒക്ടോബർ മാസം വരെയുള്ള ഒരു 7 വർഷക്കാലത്തെ പരിചയമേ ഉള്ളൂ അദ്ദേഹം. അപ്പോഴത്തേക്കും അദ്ദേഹം ആളിക്കത്തിയിരുന്ന അഗ്നി അടങ്ങി അമർന്നു കത്തുന്ന അഗ്നിയായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യുക്തിവാദി സംഘത്തിൻ്റെ മീറ്റിങ്ങുകളെല്ലാം അദ്ദേഹം വളരെ സജീവമായി വന്നിരുന്നു. ഞാനിവിടെ തിരുവനന്തപുരം ജില്ലാ യുക്തിവാദി സംഘം രൂപീകരിച്ചതിന് ശേഷം വിളിച്ചുകൂട്ടി എത്രയോ യോഗങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വളരെ സജീവമായി യുക്തിവാദ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾക്കെല്ലാം ആരാധനായ നേതാവായിരുന്നു, ആവേശം നേരിടുന്ന നേതാവായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ. ആ കാലത്തിനുള്ളിൽ ഉണ്ടായിട്ട് ചില അനുഭവങ്ങൾ വളരെ വിചിത്രമായ കാര്യമാണ്. ഒന്ന്, പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഇത്രമാസം വിശുദ്ധി നിലനിർത്തിയിരുന്ന ഒരു നേതാവ്, ഒരു വ്യക്തി അധികം ഉണ്ടാവില്ല. അത് അന്യം നിന്ന് പോയിട്ടൊരു വംശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. അദ്ദേഹം പൊതുവേദിയിൽ നിന്ന് ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട്. ആശയങ്ങളാണ് അദ്ദേഹം എതിർത്തിരിക്കുന്നത്, അധിക്ഷേപിച്ചിട്ടുള്ളത്. വ്യക്തികളെ അല്ല. വ്യക്തികളോട് യാതൊരു വിരോധം വെച്ച് പുലർത്തിയിട്ടല്ല, ആശയങ്ങളെയാണ് അദ്ദേഹം എതിർത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്ന പ്രൊഫസർ PKB നായർ, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ച അദ്ദേഹം തന്നെയാണ് തോന്നുന്നില്ലേ, കഴിഞ്ഞ ആഴ്ച മരിച്ച്, ഒരാഴ്ചക്ക് മുമ്പ് മരിച്ചുപോയി PKB നായർ. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ കാലത്ത്. ആ പുസ്തകത്തിൽ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നതാണ്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് കുറ്റിപ്പുഴ സാർ എഴുതിയിരിക്കുന്നതാണ്. മനഃപൂർവ്വമായാലും അല്ലെങ്കിലും പണ്ടത്തെ മട്ടിലുള്ള ഒരു മതസ്ഥാപകൻ്റെ വേഷഭാഷാദികളും നടപടികളുമാണ് ഗാന്ധിജി സ്വീകരിച്ചിരിക്കുന്നത്. അർത്ഥനഗ്നത, മുളവടി, ഭജനപ്പാട്ട്, ഉപവാസം, നാമമന്ത്രം, പ്രാർത്ഥന, ആശ്രമം, അനുഗ്രഹദാനം, അന്തേവാസികൾ, അന്ധക്കരണാക്കുവാൻ എന്നിങ്ങനെ ഒരു ഗാന്ധി മതത്തിന് വഴിയൊരുക്കുന്ന സകല സാമഗ്രികളും സമ്പ്രദായങ്ങളും അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മതവിശ്വാസ മഗ്നരായ ഭാരതീയരുടെ മനം മയക്കാനുള്ള വിദ്യകളായിട്ട് മാത്രമേ ചിന്തകന്മാർ ദർശിക്കുന്നുള്ളൂ. ഇത് വായിച്ചാൽ തോന്നും ഗാന്ധി എന്ന വ്യക്തിയെ വിമർശിക്കുകയാണെന്ന്. ഗാന്ധി തൻ്റെ ആദർശങ്ങൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതേ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് 1948 ജനുവരി മാസം 30-ാം തീയതി ഗാന്ധിജി മരിച്ചു എന്ന് കേട്ടപ്പോൾ അന്യൻ ചന്ദ്രനോട് പറഞ്ഞു, ചന്ദ്ര എല്ലാം പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചത്. കുറ്റിപ്പുഴ സാറ് നിലവിളിച്ച് 2-3 സന്ദർഭങ്ങൾ ഒന്നെന്നായിരുന്നു ഗാന്ധിജി മരിച്ചു എന്ന് കേട്ടപ്പോഴാണ്. അതിനിശ്ചിതമായി ഗാന്ധിയെ എതിർത്ത ഒരാളാണ്. ഗാന്ധി ആരുടെ ആദർശങ്ങളെ ഗ്രാമസ്വരാജിനെയൊക്കെ അതിശക്തമായ രീതിയിൽ എത്തിച്ച ഒരാളായിരുന്നു കുറ്റിപ്പുഴ സാർ. ആ കുറ്റിപ്പുഴ സാറാണ് ഗാന്ധി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. അദ്ദേഹം ആശയങ്ങളെ എതിർത്തു, വ്യക്തികളെ അല്ല. വ്യക്തികളോട് യാതൊരു വൈരാഗ്യവുമില്ലാതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അദ്ദേഹമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്തിൽ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി നടന്നിരുന്ന കാലഘട്ടത്തിൽ എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹം KP കേശവമേനോനെ എതിർക്കുമായിരുന്നു. KP കേശവമേനോൻ്റെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാലമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടി പിളർന്നതിന് ശേഷം മാതൃഭൂമിയിൽ 2 ഗ്രൂപ്പുകളുണ്ടായി. കേശവമേനോൻ മുഖപ്രസംഗം പോലും പ്രസിദ്ധീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കേശവമേനോൻ കൊടുത്തൊരു അവസരം ആഴ്ചയിൽ 2 ദിവസം നാം മുന്നോട്ട് എന്നൊരു പങ്ക്തിയിൽ എഴുതുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിൽ അദ്ദേഹം പല കാര്യങ്ങളും പറയാറുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് കേശവമേനോൻ്റെ ആത്മകഥയെക്കുറിച്ച് എത്രയോ പുകഴ്ത്തി ലേഖനം എഴുതിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഗുരുനാഥൻ എന്ന പേര്. ആ കേശവമേനോൻ ഈ പങ്ക്തിയിൽ എഴുതി കൃത്യമായി വായിച്ചുകൊണ്ട് പലപ്പോഴും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് അതിനെതിരായിട്ട് സംസാരിക്കും. സ്റ്റേജിൽ നിന്നുകൊണ്ട് ഭയങ്കരമായ ഭാഷയിൽ വൈകാരികമായി നമുക്ക് തോന്നും ചിലപ്പോൾ സംസാരിക്കുന്നത്. ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ കേശവമേനോനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. ആ കേശവമേനോൻ കുറ്റിപ്പുഴ സാറുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഊഷ്മളത നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ.
ഞാൻ 1970 കോഴിക്കോട് ജോലി ചെയ്യുന്ന കാലത്ത് പതിവ് പോലെ എനിക്കൊരു കത്ത് വന്നു. ഞാൻ ഇത്രാം തീയതി രാവിലെ 11 മണിക്ക് ട്രെയിനിൽ കോഴിക്കോട് വരുന്നുണ്ട്. കുറ്റപ്പള്ളി സാറിൻ്റെ കത്ത് എപ്പോഴും പോസ്റ്റ് കാർഡിലാണ് വരിക. ചിലവ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ നിഷ്കർഷയാണ്. ഇൻലൻഡൊന്നും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, പോസ്റ്റ് കാർഡേ ഉപയോഗിക്കുള്ളൂ. അതിൽ വളരെ എഴുതി ഇത്രാം തീയതി ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, 11 മണിയോട് വരും, ട്രെയിനിൽ വരികയാണ്. മാതൃഭൂമിയുടെ ഒരു പരിപാടിയിലാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. രാമൻകുട്ടി കോഴിക്കോട് ഉള്ളതുകൊണ്ട് മാതൃഭൂമിക്കാരോടൊന്നും സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് രാമൻകുട്ടി വരണം. ഇവിടെ ഉള്ളപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. സ്ഥിരമായി എനിക്ക് കത്ത് വരും, ഞാൻ കാത്തു നിൽക്കാറുണ്ട്. നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ വരുമ്പോഴത്തെ ഒരു പരിഭ്രമത്തോട് വാതിലേക്ക് നിൽക്കും. എല്ലാത്തിനും ഒരു പരിഭ്രമമാണ് അദ്ദേഹത്തിന്. അപ്പോൾ ആദ്യം ഒരു ബാഗ് എൻ്റെ കയ്യിലേക്ക് തരും. പതിവ് അങ്ങനെയാണ്. ആ ബാഗിനകത്ത് ഒരു ജോഡി ഡ്രസ്സും കാണും, ഒരു ലെക്സോപ്പിൻ്റെ ഒരു മുറിയും കാണും. മുറിച്ചിട്ടാണ് കൊണ്ടുവരും, ഫുള്ളായിട്ട് കൊണ്ടുവരില്ല. അതാദ്യം തരും. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങാൻ കൈ പിടിച്ചു കൊടുക്കണം. പിന്നെ അവിടെ കാണുന്ന ആദ്യത്തെ ബെഞ്ചിൽ കയറി ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ആലുവ ശിവരാത്രിയുടെ തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ. എല്ലാ തവണയുള്ളൊരു പതിവാണ്. അന്ന് വന്നപ്പോൾ ബാഗല്ല തന്നത്, വേറൊരു പൊതി തന്നു. ഞാനത് ആദ്യം വാങ്ങി. ഇതാദ്യം പിടിക്കൂ, പൊട്ടുന്ന സാധനമാണ്, കളയരുത് എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമത്തോട് പറഞ്ഞത് വാങ്ങിയാണ്. അത് കഴിഞ്ഞിട്ട് ബാഗ് തന്നു. പിന്നെ താഴത്തെ ഇറക്കി പതിവ് പോലെ ബെഞ്ചിലിരുന്ന് ഞാൻ പൊതി നോക്കിയപ്പോൾ ഒരു ചായ ഗ്ലാസ്സാണ്, ചായ കുടിച്ച ഗ്ലാസ്. ഞാൻ ചോദിച്ചു, എന്താ സാറേ ഇത് ചായ ഗ്ലാസ്? അതൊരു കഥയാണ് എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു. 90 വന്നപ്പോൾ ചായ കുടിക്കാൻ തോന്നി, ചായ കുടിച്ചു. ഒരു പയ്യൻ കൊണ്ടുവന്ന് ചായ തന്നു. പക്ഷേ ട്രെയിൻ വിടുന്നതിന് മുമ്പ് വന്ന് ഗ്ലാസ് വാങ്ങാനോ പൈസ വാങ്ങാനോ അവന് സാധിച്ചില്ല. സാധുവാണ്, അവൻ്റെ ഒരു ദിവസം വരുമാനമായിരിക്കണം. നാളെ മടങ്ങിപ്പോകുമ്പോൾ അവനെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് രാമൻകുട്ടി ഇത് മറക്കാതെ നാളെ എന്നെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ ചിരിച്ച്, എനിക്ക് തിരിവെന്ന് പക്ഷേ ചിരിക്കാൻ പറ്റില്ല, ദേഷ്യം വരും. പിന്നെ അവിടുന്ന് തിരക്കെല്ലാം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ പോയി മാതൃഭൂമിക്കാരെ ഏർപ്പാട് ചെയ്ത കിഡ്സൺ ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ട് ആക്കി. ഇപ്പോൾ നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഒരു ചായ വരുത്തും. അത് കഴിഞ്ഞ് വേഗം പോയിക്കോണം. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. വൈകുന്നേരം 6:30 മണിക്കോ വരണമെന്ന് പറയും. ഞാൻ 6:30 മണിക്ക് ചെന്നപ്പോൾ ആ പരിപാടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. കേശവമേനോനാണ് എന്നെ വിളിച്ച് വരുത്തിയത്, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. എതിർക്കുന്ന കേശവമേനോൻ ഈ പരിപാടി കുറ്റിപ്പുഴയെ പങ്കെടുപ്പിക്കണം നിർബന്ധിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം കേശവമേനോൻ കയറി വരുന്നു ഈ മുറിയിലേക്ക്. അന്നത്തെ സമ്മേളനത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കേശവമേനോൻ ചോദിച്ചു പതിവ് പോലെ, കൃഷ്ണപിള്ള എങ്ങനെയാണ് മടക്കം? അപ്പോൾ നാളെ രാവിലെ ട്രെയിനിൽ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിൽ പോകണ്ട, ഞാൻ നാളെ എറണാകുളത്തേക്ക് എൻ്റെ മകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, കാറിലാണ് പോകുന്നത്. ഇവിടെ വന്ന് കൃഷ്ണപിള്ളയെ കാറിൽ കയറ്റിക്കൊണ്ട് പോയി ആലുവയിൽ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. അപ്പോൾ നമുക്ക് കുറേ വർത്തമാനം പറയാനും സമയമുണ്ട് എന്ന് പറയും. ഇതിപ്പോൾ സാർ ഒന്ന് പരിഭ്രമിച്ചതിന് ശേഷം പറഞ്ഞു, എനിക്ക് കേശവമേനോനോടൊപ്പം യാത്ര ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്, പക്ഷേ നാളെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ഈ ഗ്ലാസിൻ്റെ കഥ പറഞ്ഞു. പയ്യനെ കണ്ടുപിടിച്ച് ഗ്ലാസ് തിരിച്ചു കൊടുക്കണം. അത് കേട്ടപ്പോൾ കേശവമേനോൻ ചാടി എണീറ്റു, ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ശുദ്ധഗതിക്കാർക്ക് പ്രായോഗിക ബുദ്ധി വളരെ കുറവാണ്, കൃഷ്ണപിള്ളയ്ക്ക് അതാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് കേശവമേനോൻ അത് യുക്തിഭദ്രമായ ചോദ്യങ്ങൾ ചോദിച്ചു. തിരിച്ചു പോകുമ്പോൾ ഈ പയ്യനെ കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? കണ്ടില്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നടന്ന് കണ്ടുപിടിക്കാൻ കൃഷ്ണപിള്ളയ്ക്ക് സാധിക്കുമോ? നടന്നാലും ട്രെയിൻ പോകുന്നതിന് മുമ്പ് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കുറ്റിപ്പുഴയ്ക്ക് മനസ്സിലായി. അവസാനം മനസ്സില്ലാ മനസ്സോടെ കേശവമേനോൻ്റെ കൂടെ കാറിൽ പോകാൻ സമ്മതിച്ചു. ഗ്ലാസ് എന്നെ ഏൽപ്പിച്ചു, ഇത് കളയരുത്, അടുത്ത തവണ വരുമ്പോൾ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്ത് വരേണ്ടി വന്നില്ല, അദ്ദേഹം അതിനിടയ്ക്ക് മരിച്ചുപോയി. ആ ഗ്ലാസ് ഞാൻ പൗത്രച്ചേട്ടനെ ഏൽപ്പിക്കുന്നു എറണാകുളത്ത് പിന്നീട് ഒരു കാലത്ത്. അങ്ങനെ ഒരു രസകരമായ, ഞാൻ പറഞ്ഞു വന്നത്, ഇത് കഴിഞ്ഞ് കേശവമേനോൻ പോയി കഴിഞ്ഞപ്പോൾ കേശവമേനോനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കഥ കുറ്റിപ്പുഴ സാറ് പറഞ്ഞു. ഒരു ദിവസം കേശവമേനോൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴി ആലുവയിൽ കുറ്റിപ്പുഴ സാറിൻ്റെ വീട്ടിലെത്തി. ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നടക്കുന്നൊരു പ്രശ്നവുമായിട്ട് കുറ്റിപ്പുഴ ഓടി നടക്കുകയാണ്. എന്താ പ്രശ്നം? മൂക്കിൽ പൊടി വലിക്കുന്ന സ്വഭാവമുണ്ട് കുറ്റിപ്പുഴ സാറിന്. അത് മദ്രാസ് പട്ടണം പൊടി തന്നെ വലിക്കണം, വേറെ ഒന്നും പറ്റില്ല. ആ ദിവസങ്ങളിൽ മദ്രാസ് പട്ടണം പൊടി ആലുവയിലെ കടകളിലൊന്നും കിട്ടാറില്ല. അതാണ് ബുദ്ധിമുട്ട്. അതാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രശ്നം എന്ന് ബഷീർ ഒരിക്കലും എഴുതിയത് അതിനെപ്പറ്റി. കേശവമേനോൻ വെച്ച് എന്താണ് അസ്വസ്ഥ, കൃഷ്ണപിള്ളയ്ക്ക് ഇന്നൊരു അസ്വസ്ഥതയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ പൊടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. കേശവമേനോൻ ചിരിച്ചുകൊണ്ട് പോയി. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മാൻ ഒരു പാഴ്സലുമായിട്ട് വരുന്നു.
തുറന്നു നോക്കിയപ്പോൾ 3-4 ഡപ്പയ്ക്കകത്ത് മദ്രാസ് പട്ടണം പൊടിയുടെ 1/2 കിലോ കേശവൻ അയച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് കുറിപ്പ്, ഈ മദ്രാസ് പട്ടണം പൊടി കോഴിക്കോട്ട് അങ്ങാടിയിൽ സുലഭമായി കിട്ടാനുണ്ട്, അതുകൊണ്ട് ഇത് തീരുന്നതിന് ഒരാഴ്ച മുമ്പ് അറിയിച്ചാൽ വീണ്ടും അയച്ചു തരാം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ആശയരംഗത്ത് 2 ധ്രുവങ്ങൾ നിൽക്കുന്ന 2 മനുഷ്യരാണ്. സ്റ്റേജിൽ നിന്ന് കൃഷ്ണപിള്ള സാർ കേശവമേനോനെ പിച്ച് ചിന്തിയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം ഇതാണ്. ഈ വ്യക്തിപരമായ ഈ സൗഹാർദ്ദം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആശയപരമായ എതിർപ്പുണ്ടെങ്കിൽ വ്യക്തികളായി എതിർക്കുന്നൊരു ഏർപ്പാടാണ്. ഞാൻ കൂടുതൽ പറയുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അതുകൂടെ അതിന് നീട്ടി പോകുന്നില്ല. കുറ്റിപ്പുറ സാറിൻ്റെ വീട്ടിൽ ചെന്നാൽ അതിൽ എത്ര വലിയവരായാലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലുള്ള വരാന്തയിൽ ഇരുന്നോണം. അകത്തേക്ക് 2 ബെഡ്റൂമുണ്ട്, ഒന്നിൽ അനിയനും ഇദ്ദേഹവും. ബെഡ്റൂമിൽ ആരെയും കയറ്റാറില്ല. എന്നോടൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്ന് പറയും. നമ്മൾ ഫ്രണ്ടിലെ വരാന്തയിൽ ഇങ്ങനെ നീണ്ടൊരു വരാന്തയിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ രാമൻകുട്ടി അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു, പതിവില്ലാതെ. ഞാൻ അത്ഭുതത്തോട് കത്തുപോയി. ചെന്നപ്പോൾ ഒരു ചെറിയൊരു മേശയുണ്ട്, അതിൻ്റെ വലിപ്പ് തുറന്ന് കാണിച്ചു. അതിനകത്തൊരു സ്വർണ്ണപ്പതക്കം ചുവന്ന റിബണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ? 1 മാസം മുമ്പ് സോവിയറ്റ് ലാൻഡുകാർ തന്നൊരു അവാർഡാണ് ഈ മൂലധനം പരിഭാഷപ്പെടുത്തിയതിന് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ. അത് പറയാനല്ല ഞാൻ വിളിച്ചത്. എനിക്കും ശ്രീധരമേനോനും ഒന്നിച്ചാണ് ഈ അവാർഡ് തന്നത് ഒരു ചടങ്ങിൽ വെച്ച്. ഞാനിവിടെ ഇങ്ങനെ ഇട്ടു, ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല. ഇന്നലെ ശ്രീധരമേനോൻ ഇവിടെ വന്നിട്ട് പറയുകയാണ്, ആ റഷ്യക്കാർ തന്നത് പതക്കം ഉണ്ടല്ലോ, സ്വർണ്ണ നല്ല സ്വർണ്ണ അല്ല, 22 കാരറ്റാണ്, 24 കാരറ്റില്ല, 916 എന്ന് ഈ ശ്രീധരമേനോൻ പറഞ്ഞു. കുറ്റിപ്പുറ സാർ ചോദിച്ചു, എന്താ 916? 22 കാരറ്റ് എന്ന് പറഞ്ഞാൽ 22-ന് 24 കാരറ്റാണ് നല്ല സ്വർണ്ണം. 22-നെ 24 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 91.6. അതാണ് അതിൻ്റെ കണക്ക് എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു. എന്ത് ഞാൻ ചോദിച്ചാൽ ആരായി ശ്രീധരമേനോൻ? എനിക്ക് മനസ്സിലായില്ല, അന്ന് കത്തിയില്ല. നമ്മുടെ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഈ. അപ്പം കുറ്റപ്പ സാർ അദ്ദേഹത്തോട് ചോദിച്ചു, മേനോൻ എങ്ങനെ ഇത് മനസ്സിലാക്കിയത്? അത് ഞാൻ രഹസ്യമായിട്ട് ഒരു തട്ടാൻ്റെ അടുത്തുകൊണ്ട് പോയിട്ട് ഇന്ന് പരിശോധിപ്പിച്ച് നോക്കി. അപ്പോഴാണ് ഇത് 24 കാരറ്റല്ല 22 കാരറ്റാണെന്ന് മനസ്സിലായത്. എന്നിട്ട് ഈ കവികളൊക്കെ ഒരു തരം ഭ്രാന്തന്മാരായെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് പറഞ്ഞൊരു കമൻറ്റും പാസ്സാക്കി. ആ പതക്കം അവിടെ കിടന്നു. കുറ്റിപ്പുറ സാർ മരിക്കുമ്പോഴും ആ പതക്കം അവിടെ ഉണ്ടായത്, തൊട്ട് നോക്കിയിട്ടില്ല. ഒരു കോളേജ് മലയാളം പ്രൈവറ്റ് കോളേജിലെ അധ്യാപകർ കിട്ടുന്ന പെൻഷൻ സാറിന് നന്നായിട്ടറിയാം. ആ കാലത്ത് 70കളിൽ വളരെ നിസ്സാരമായൊരു തുകയാണ് പെൻഷനായിട്ട് കിട്ടുന്നത്. പുസ്തകങ്ങളിൽ നിന്ന് കാര്യമായൊരു വരുമാനം റോയൽറ്റി ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല. വളരെ വിഷം വെച്ച് ചിലവ് ചുരുക്കി ജീവിച്ചിരുന്ന മനുഷ്യൻ ആ സ്വർണം ഒന്നും ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിരുന്നില്ല. സമ്പത്തിനോട് യാതൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ്. വേണമെങ്കിൽ അത് വിറ്റ് അത് കുറച്ചൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. അതിനൊന്നും തയ്യാറായില്ല. ഞാൻ പറഞ്ഞത് ഈ മാതിരിയുള്ള വിശുദ്ധി സ്വകാര്യ ജീവിതത്തിൽ നീ കാണിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇടയ്ക്ക്? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹത്തെ പറ്റി പറയാൻ. ഇവിടെ വന്നാൽ അരിശ ഹോട്ടലിലേ താമസിക്കുള്ളൂ. ഏറ്റവും തല്ലിപ്പൊളി ഹോസ്റ്റലാണ് അന്നും, ഇപ്പോഴും അതേ പണ്ടുമായല്ലേ. അവിടെയാണ് താമസിക്കുക, വേറൊരു ലോഡ്ജിലും പോവില്ല. അവിടുത്തെ പിള്ളേർക്ക് ഇദ്ദേഹത്തിന് വലിയ ആദരവുണ്ട് താനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം ഭക്ഷണമൊക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കും. അത് എല്ലാ ദിവസവും വൈകുന്നേരം നിർബന്ധമാണ്. അവിടെ അന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ടായിരുന്ന ഒരു ആര്യാസ് ഹോട്ടലുണ്ടായിരുന്നു. ആ ആര്യാസ് ഹോട്ടലിൽ പോകണം. അവിടെ മസാല ദോശ കഴിക്കണം, ഒരു ചായയും മസാല ദോശയും, വേറെ യാതൊന്നും വേണ്ട. അത് ഞാൻ കൂടെ ചെല്ലണം, റോഡ് കടക്കാനൊക്കെ സഹായിക്കണം. അത് തിരിച്ചു വന്ന് പൊന്നറ ശ്രീധൽ പാർക്കിനകത്ത് കയറണം. ഇപ്പോൾ അന്ന് കയറാമായിരുന്നു, ഇപ്പോൾ കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ നേരെ ശാന്തി കവാടത്തിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ അന്നതല്ലായിരുന്നു, വളരെ കുറച്ച് വാഹനമുള്ളതുകൊണ്ട് അവിടെ കയറി ഇരുന്ന് വർത്തമാനം പറയും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ പൊന്നറ ശ്രീധൽ പാർക്കിന് ചുറ്റിനിങ്ങനെ ചുവന്ന കൊടികൾ കൊണ്ട് അലങ്കരിച്ച് ഏതൊരു സമ്മേളനം, ആരാണെന്നും അറിയില്ല. അതൊക്കെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞ് 2 താടിക്കാരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്, കാറൽ മാർക്സും ഏംഗൽസും. അങ്ങനെ സംസാര രീതി ആ രീതിയിലാണ്. ആ ഒരു തലത്തിലാണ് അദ്ദേഹം ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ. ഇങ്ങനെ തമാശ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഒരു പുസ്തകത്തിൻ്റെ ശക്തി ആലോചിച്ച് നോക്കുക. ഒരു ചെറിയ പുസ്തകമാണ് അവർ ഇറക്കിയത്, അതിൻ്റെ ശക്തി ലോകത്തെമ്പാടും ഉണ്ടായിരിക്കാമെന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ച്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു ഫെബ്രുവരി 21 അല്ലേ?
1848 ഫെബ്രുവരി 21 തോന്നുന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിൻ്റെ ഇപ്പോൾ ആരും അത് വലിയ പ്രസക്തി കാര്യമായിട്ട് ആചരിക്കുന്നൊന്നും കാണാറില്ല. കാലം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ പോയി, തലമുറകൾ കടന്നു പോയിരിക്കുന്നു, പുതിയ തലമുറ കടന്നു വന്നിരിക്കുകയാണ്. അപ്പം ആ രീതിയിൽ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരേ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് വളരെ സത്യസന്ധമായി ആദർശങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിച്ച അപൂർവത്തിൽ അപൂർവം എന്ന് പറയാവുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രൊഫസർ കുറ്റിപ്പുഷ എന്ന് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഭൗതികമായ തലത്തിലുള്ള സംഭാവനകളെക്കുറിച്ചൊക്കെ മുരുകദാസോട് സംസാരിക്കും, അതുപോലെ ബ്രൂണോയെക്കുറിച്ചുമൊക്കെ. ഇന്നും നമ്മൾ ജീവിക്കുന്നൊരു അന്തരീക്ഷം കൂടിയുണ്ട്, ആലോചിച്ച് നോക്കണം. അപകടകരമായ അന്തരീക്ഷത്തിലാണ്. ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകർ JNU നിന്ന് പുറത്തറിയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ കണക്കൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ പോകുന്നില്ല. സ്വന്തമായി ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ JNU പോലുള്ള പ്രശസ്തി ആർജിച്ചിട്ടുള്ള സർവകലാശാലകളിൽ ജോലി ചെയ്യാൻ കഴിയാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ചരിത്രം വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇന്ന് ഈ ഫാസിസ്റ്റ് ശക്തികളുടെ നിയന്ത്രണത്തിലായിക്കൊണ്ടിരിക്കുന്നു. കോടതികൾ പോലും, ഇന്നൊരു പട്ടാളം പോലും, സകലതും. പാർലമെൻറ്റ് പുതിയ കെട്ടിടം വന്നു, അവിടേക്ക് കൊണ്ടുപോയത് എന്തോ ഒരു സാധനം തമിഴ്നാട്ടിൽ നിന്ന് എന്തോ പൂജിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത് അങ്ങോട്ട്. ബ്രാഹ്മണർ പൂജ ചെയ്ത് അതുകൊണ്ട് അവിടെ കൊണ്ടിട്ട് അവർ വെച്ചിരിക്കുകയാണ്. ഭരണഘടനയ്ക്ക് യാതൊരു വിലയുമില്ല. സുപ്രീം കോടതിക്ക് പോലും യാതൊരു പ്രാധാന്യവുമില്ല. സുപ്രീം കോടതി വിധികൾ പോലും അരനൂറ്റാണ്ട് മുൻകാല പ്രാബല്യത്തോടെ അസാധുവായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗം നടത്തിയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളെയും, നമ്മുടെ രാഷ്ട്ര ജീവിതത്തിൻ്റെ സകല ധമനികളിലും വിഷം കുത്തിക്കലർത്തിക്കൊണ്ട് അതിനെല്ലാം ദുർബലമാക്കി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. അതുപോലെ തന്നെ കുറ്റിപ്പുഴ സാറ് ഈ ലേഖനത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത് എത്ര പ്രസക്തമാണെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. മാർക്സിനെ അദ്ദേഹം അങ്ങേയറ്റം ആരാധിച്ചിരുന്നതാണ്. മാർക്സിൻ്റെ മനുഷ്യോപനിഷത്ത് എന്നാണ് അദ്ദേഹം ഇട്ടിരുന്ന പേര്, മനുഷ്യോപനിഷത്ത്. അത് എഴുതിയതാണെന്ന്. മാർക്സ് വിഭാവനം ചെയ്ത തൊഴിലാളി വർഗത്തിൻ്റെ ജനകീയ ഭരണത്തിൽ പോലും അധികാരശക്തി ഒരാളിലോ ഏതാനും പേരിലോ കേന്ദ്രീകൃതമായി ദുഷിച്ചു പോകുമെന്ന് ദീർഘദർശനം ചെയ്യാൻ മാർക്സിന് സാധിച്ചിട്ടില്ല എന്ന്. ഇന്ന് വളരെ പ്രസക്തമായൊരു വാചകമാണെന്നുകൊണ്ടാണ് ഞാനത് വായിച്ചത്. വ്യക്തികളിൽ കേന്ദ്രീകൃതമാകുന്ന അധികാരം പ്രസ്ഥാനത്തെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വതന്ത്ര ചിന്ത അപകടകരമായൊരവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് കുറ്റിപ്പുഴ മാഷെ നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ സ്വതന്ത്ര ചിന്തയുടെ പേരിൽ, ശാസ്ത്രീയ സത്യം വിളിച്ചു പറഞ്ഞൊരു പേരിൽ ചുട്ടുകൊല്ലപ്പെട്ട ബ്രൂണോയെ നമ്മൾ അനുസ്മരിക്കുന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.